أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഉപകാരമുള്ള നന്മയുടെ ആളുകളായി സമൂഹത്തിൽ ജീവിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് എത്ര അടുത്ത ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെയുള്ളവരോട് ഉള്ളിൽ തോന്നുന്ന ഒരു താല്പര്യം ഒരുപക്ഷെ അത്തരം ആളുകൾക്ക് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. മതം യഥാർത്ഥത്തിൽ മനുഷ്യനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് അത്തരം ഒരു അവസ്ഥയിലേക്കാണ്. സമൂഹത്തിന് നന്മ ചെയ്യുന്ന, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, എല്ലാവരുടെയും നന്മ കാംക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം രൂപപ്പെടുക എന്നത് മതത്തിന്റെ നിയമങ്ങളിലെ അധ്യാപനങ്ങളിൽ ആകത്തുക നമുക്ക് കാണാൻ സാധിക്കും. പൊതുവിൽ ഇഹ്സാൻ എന്ന വാക്കാണ് നന്മ ചെയ്യുക എന്നതിന് ഉപയോഗിക്കാറുള്ളത്. ഇഹ്സാൻ, നന്മ ചെയ്യുക. അത് പലതരത്തിലുള്ള ഇഹ്സാൻ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇഹ്സാൻ ഉള്ളവരെ, ഇഹ്സാൻ ചെയ്യുന്നവരെ മുഹ്സിൻ എന്ന വാക്കാണ് ഖുർആൻ പ്രയോഗിച്ചത്. മുഹ്സിൻ. സൂറ അൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യുന്നവരാവുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആർക്കും ഉപകാരമില്ലാത്ത, എല്ലാറ്റിനോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളെയും വിമർശനാത്മകമായി കാണുന്ന, ഒരാൾക്കും ഉപകാരമില്ലാത്തൊരു ഒരാളായി സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിന്തിച്ചു നോക്കി. നാട്ടിൽ നടക്കുന്ന ഒരു നന്മയോടും ഒരു അനുഭാവപൂർവമായി ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ. സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു ഗുണമില്ല, നാട്ടുകാർക്ക് ഒരു ഗുണമില്ല, അയൽവാസികൾക്ക് പരമാവധി ഉപദ്രവമുണ്ട്, ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാവും. പക്ഷെ ഒരു വല്ലാത്ത ഒരവസ്ഥയാണ്. ഒരാളും ഇഷ്ടപ്പെടാത്ത, എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു തരം പേഴ്സണാലിറ്റിയാണ്, ഒരു തരം വ്യക്തിത്വമാണത്. മതം ഒരിക്കലും അങ്ങനെയുള്ളവരെ അല്ല സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഹ്സാനിന്റെ ഏറ്റവും വലിയ രൂപം അല്ലാഹുവിനോടുള്ള ഇഹ്സാനാണ്, അല്ലാഹുവിനോടുള്ള നന്മയാണ്. അല്ലാഹുവിനോടുള്ള ഇഹ്സാൻ എങ്ങനെയാണ്? ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഇഹ്സാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നന്മയുള്ളവനാകേണ്ടത് എങ്ങനെയാണ്? അത് ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ പഠിപ്പിക്കുന്നതായി കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ഹദീസ് ജിബ്രീൽ പ്രസിദ്ധമാണ്, നമ്മൾ പലപ്പോഴും ഈ മിമ്പറിൽ തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നബിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. ആർക്കും സദസ്സിലെ ആർക്കും പരിചയമില്ല. എന്നാൽ ദൂര ദിക്കിൽ നിന്ന്, ദേശത്തു നിന്ന് യാത്ര ചെയ്തു വന്ന ഒരു യാത്രയുടെ ക്ഷീണമോ അടയാളങ്ങളോ, മുടിയിൽ പൊടി പിടിച്ചതിന്റെ, വസ്ത്രം മുഷിഞ്ഞതിന്റെ ഒരു അടയാളമില്ല. നബിയുടെ മുന്നിൽ വന്ന് അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ നബിയുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ച് വിനയമുള്ള ഒരു വിദ്യാർത്ഥിയായി. ഇതൊക്കെ ഈ കാലത്ത് ഭയങ്കര പ്രാധാന്യമുള്ള വാക്കുകളാണ്. ഇന്ന് വിദ്യാർത്ഥിയാകുന്നവർക്ക് പോലും അധ്യാപകരോട്, തനിക്ക് അറിവ് പകർന്ന് നൽകുന്നവരോട് ഒരു വിനയമില്ലാത്തൊരു കാലമാണ്. ഒരു വിനയമില്ലാത്തൊരു കാലമാണ്. ഒക്കെ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, നമ്മളൊക്കെ വലിയ ആളുകളാണ് കേട്ടോ. അധ്യാപകൻ കുട്ടികളെ അങ്ങോട്ട് ബഹുമാനിക്കണം എന്നുള്ളൊരു അവസ്ഥയാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു വിനയമുള്ള വിദ്യാർത്ഥിയായ ഹദീസിലെ പരാമർശങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. നബിന്റെ മുന്നിൽ വന്നിരുന്നത് യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദ് എനിക്ക് ഇസ്ലാം എന്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൽ 5 കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ചോദിച്ച ആള് വന്ന ആള് പറയണം സ്വദഖത, നീ ശരിയാണ് പറഞ്ഞത്. ചോദ്യം ചോദിക്കും, ഉത്തരം പറയുന്നു. എന്നിട്ട് ഉത്തരം പറഞ്ഞപ്പോ ചോദിച്ചാളാ നീ പറഞ്ഞത് ശരിയാണ്. എന്താണ് ഈമാൻ? ഈമാൻ കാര്യങ്ങൾ നബി പഠിപ്പിച്ചു. എന്നിട്ട് പിന്നെ ചോദിച്ച വാക്ക് എന്താണ് ഇഹ്സാൻ? എന്താണ് ഇഹ്സാൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഇല്ലം തകുൻ തറാഹു ഇന്നഹു യറാക. നീ അല്ലാഹുവിനെ അവനെ കാണുന്നത് പോലെ ആരാധിക്കണം. നിസ്കരിക്കുമ്പോ, നോമ്പെടുക്കുമ്പോ, സക്കാത്ത് കൊടുക്കുമ്പോ, സ്വതക്ക കൊടുക്കുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ അല്ലാഹുവിനെ ഞാൻ കാണുന്നു, അല്ലാഹു എന്റെ മുന്നിലുണ്ട്. നിസ്കരിക്കുമ്പോ അങ്ങനെയാണ്, വഹുവ യുനാജി റബ്ബഹു, അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്, മുനാജാത്ത് നടത്തുകയാണ് എന്ന നിലക്കാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ അല്ലാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കാം. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇഹ്സാൻ. വന്നാള് പിന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ചും അതിന്റെ അടയാളങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച് തിരിച്ചു പോയപ്പോ നബി ചോദിച്ചു, ആരാണ് വന്നതെന്ന് നിങ്ങൾക്കറിയോ? ജാഅകും ജിബ്രീൽ യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീന പഠിപ്പിച്ചു തരാൻ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പ്രാപിച്ചു വന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇഹ്സാൻ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിൽ പ്രവാചകൻ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം സ്വദഖത, താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു, ശരിവെക്കുന്നു. അത് അല്ലാഹുവിനോടുള്ള ഇഹ്സാനാണ്. അല്ലാഹനെ കാണുന്നത് പോലെ ആരാധിക്കുക. അല്ലാഹുവിനോടുള്ള ഇഹ്സാൻ കഴിഞ്ഞാൽ പിന്നീട് സൃഷ്ടികളോടുള്ള, സൃഷ്ടാവിനോടുള്ള ഇഹ്സാൻ കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടികളോടും ഇഹ്സാനുണ്ട്, നന്മയുണ്ട്. നന്മ ചെയ്യണം. ഖുർആൻ നോക്കിയാൽ ഖുർആനിന്റെ ശൈലി നമുക്കറിയാം. അല്ലാഹുവിനോടുള്ള കടമകൾ പഠിപ്പിച്ചതിന് തൊട്ടുപുറകെ ആർക്ക് നന്മ ചെയ്യാനാണ് ഖുർആൻ പഠിപ്പിച്ചത്? മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യാൻ. റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഇഹ്സാന വാക്കിനോട് ഉപയോഗിച്ചു. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, നീ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ, പ്രായമെത്തിയ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു മാതാവോ പിതാവോ നിന്റെ അടുക്കലുണ്ട്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന വാക്ക് പോലും നീ പ്രയോഗിക്കരുത്. വല തൻഹർഹുമാ, അവരോട് നീ കയറി സംസാരിക്കരുത്. ഖുർആനിന്റെ നിരോധനമാണ് മാതാപിതാക്കളോട് സംസാരിക്കേണ്ട രൂപം എങ്ങനെയെന്ന് മര്യാദ പഠിപ്പിക്കുകയാണ്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായി അവരോട് സംസാരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് നീ താഴ്ത്തി കൊടുക്കണം. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അൽ-ഇസ്രായിലെ 23-24 ആയത്തുകൾ. അപ്പൊ മാതാപിതാക്കൾക്കുള്ള ഇഹ്സാനാണ്. അല്ലാഹുവിനോടുള്ള ഇഹ്സാൻ കഴിഞ്ഞാൽ മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നതാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, സൂറ അൻകബൂത്തിലെ 8-ാമത്തെ ആയത്ത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, സൂറ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്ത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് നാം നിങ്ങളോട്, മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു, ഉപദേശിച്ചിരിക്കുന്നു. മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്ന് മനുഷ്യനോട് നാം വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. എത്ര സ്ഥലത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്?
വളരെ പ്രസിദ്ധമായ പ്രവാചകരെ, എന്റെ നന്മയ്ക്ക് ഏറ്റവും അധികം അർഹതപ്പെട്ടതാരാണ്? ഞാൻ നന്മ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടതാരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. സുമ്മമൻ, പിന്നെ ആരോടാണ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്. പിന്നെ നിന്റെ പിതാവിനോടാണ്. പിന്നെ അതിനടുത്താളോടാണ്. പിന്നെ അതിനടുത്താളോടാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, നന്മ ചെയ്യുക എന്നത് ജീവിതത്തിന്റെ നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുനടക്കണം. ഒന്നാമത് അല്ലാഹുവിനോട് ഇഹ്സാൻ ഉണ്ടാകണം. അല്ലാഹുവിനോടുള്ള ഇഹ്സാൻ അവനെ കാണുന്നത് പോലെ ആരാധിക്കണം, അവനെ മാത്രം ആരാധിക്കുക. ആരാധനയുടെ ഏതെങ്കിലും ഒരു അംശം, പ്രാർത്ഥന, തവക്കുൽ, അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകാൻ പാടില്ല. പ്രയാസം വരുമ്പോൾ ബദരീങ്ങളെ എന്നല്ല വിളിക്കേണ്ടത്, മുഹീദ്ദീൻ ശൈഖ എന്നല്ല വിളിക്കേണ്ടത്, അമ്രന്തങ്ങളെ എന്നല്ല വിളിക്കേണ്ടത്. അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ ഇഹ്സാൻ അതാണ്. അല്ലാഹുവേ എന്നാണ് വിളിക്കുന്നത്. പ്രതിസന്ധി വരുമ്പോൾ അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. ജീവിതത്തിൽ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തവക്കുൽ ചെയ്യേണ്ടത് ഏലസിലല്ല, മന്ത്രിച്ചു കെട്ടിയ നൂലിലല്ല. വാഹനം തവക്കുൽ ചെയ്യേണ്ടത് എവിടെ നിന്നെങ്കിലും കിട്ടിയ പച്ചപ്പട്ടിന്റെ, ചുവന്ന പട്ടിന്റെ ഒരു ചെറിയ 50 പൈസ പോലും വിലയില്ലാത്ത ഒരു ചെറിയ തുണി കഷ്ണത്തിലല്ല, കീറത്തുണിയിലല്ല മനുഷ്യൻ തവക്കുൽ ചെയ്യേണ്ടത്. അല്ലാഹുവിനോടുള്ള ഇഹ്സാനിന് വിരുദ്ധമാണ്, ശിർക്കാണ്. ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപം. നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ബൈക്കിന്റെ മുന്നിൽ കെട്ടിവെച്ച പച്ചപ്പട്ടിന്റെ ഒരു ചെറിയ കഷ്ണമുണ്ടല്ലോ, അത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ വലിയ പാപമായിട്ടാണ് അല്ലാഹു പരിഗണിക്കുന്നത്. മനുഷ്യനെ കൊല്ലുന്നത് എന്തുമാത്രം വലിയ കുറ്റമാണ്. അല്ലാഹുവിനോട് ഇഹ്സാൻ അതാണ്. അത് കഴിഞ്ഞാൽ മാതാപിതാക്കളോട് ഇഹ്സാൻ വേണം, അവരോട് കാരുണ്യത്തോടെ പെരുമാറണം. ജീവിതത്തിന്റെ സന്ധ്യയിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ വളരുമ്പോ അവന്റെ സ്വഭാവം, പെരുമാറ്റങ്ങൾ ശൈശവദശയിലേക്ക് തിരിച്ചുപോകും. കുട്ടികളെ പോലെ വാശിയുണ്ടാകും. കുട്ടികൾ ഒരുപക്ഷേ കിടന്നുറന്ന് മൂത്രമൊഴി, വീടിന് ഉള്ളിൽ മലവിസർജനം നടത്തും. ഇങ്ങോട്ട് വിളിച്ചാൽ തമാശയാക്കി അങ്ങോട്ടോടും. ഇതൊക്കെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോ ഓരോ മനുഷ്യരിലേക്കും ഈ സ്വഭാവം തിരിച്ചു വരും. അവിടെ കാരുണ്യത്തിന്റെ ചിറകുകൾ ക്ഷമയോടുകൂടി ഒരാൾക്ക് കാണിക്കാൻ സാധിച്ചാൽ എന്താണ്? അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം നേടാൻ കഴിയാത്തവന് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവൻ തുലയട്ടെ. വിവിധ പ്രയോഗങ്ങൾ ഹദീസിൽ കാണാൻ സാധിക്കുന്നു. പ്രവാചകരെ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ച് നബിയോട് പറയും, നബിയെ ഖുൽ ആമീൻ, ആമീൻ പറയുക. അപ്പൊ മാതാപിതാക്കളോടുള്ള ഇഹ്സാനുണ്ട്, കുടുംബ ബന്ധത്തിലുള്ള ആളുകളോടുള്ള ഇഹ്സാനുണ്ട്. വബിദിൽ ഖുർബ, മാതാപിതാക്കളോടുള്ള ഇഹ്സാനിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ വൽ ഈതാഇ ദിൽ ഖുർബ. ദിൽ ഖുർബ, അഖരിബാ എന്ന് പറഞ്ഞാൽ ആരാണ്? കുടുംബക്കാരാണ്. ഖരീബ്, അഖരിബ എന്ന ബന്ധത്തിലുള്ള, കുടുംബ ബന്ധത്തിലുള്ള ആളുകളാണ്. മാതാവിന്റെ ബന്ധത്തിലുള്ള കുടുംബം ഉണ്ടാകും, പിതാവിന്റെ വഴിക്കുള്ള കുടുംബങ്ങൾ ഉണ്ടാകും. അല്ലെ, റഹിം എന്നത് ഗർഭപാത്രം, സിലത്തുർ റഹിം എന്ന് പറയാം, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അപ്പൊ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും നന്മ ചെയ്യാൻ മതം പഠിപ്പിച്ചു. കുടുംബ ബന്ധത്തിലുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ പിന്നെ നൽകണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നെ മാത്രവുമല്ല പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? റഹിം എന്നുള്ളത് അത് മുഅല്ലഖത്തുൻ ബിൽ അർശ്, മുഅല്ലഖത്തുൻ ബിൽ അർശ്. കുടുംബ ബന്ധം അല്ലാഹുവിന്റെ അർശുമായി കെട്ടിയിടപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ അർശ് എന്ത് മഹത്വമാണ്! ആ അർശിനോട് കെട്ടിയിടപ്പെട്ട ദുനിയാവിലെ സംഗതിയാണ് കുടുംബബന്ധം. കുടുംബബന്ധം ചേർക്കുന്നവൻ അല്ലാഹുവിനോടാണ് ബന്ധം ചേർക്കുന്നത്. കുടുംബബന്ധം മുറിക്കുന്നവൻ അല്ലാഹുവിനോടാണ് ബന്ധം മുറിക്കുന്നത്. അതുകൊണ്ടാണ് ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഗുരുതരമായ പ്രയോഗം അല്ലാഹുവിന്റെ റസൂൽ നടത്തിയത്. ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉർ റഹിം. കാരണമുണ്ടായാലും ബന്ധം മുറിക്കരുത്. കുടുംബബന്ധം ചേർക്കണം. ലൈസൽ വാസിലു ബിൽ മുകാഫി. വാചകൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കണേ. എന്താ? ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് തിരിച്ചു ബന്ധം ചേർക്കുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് തിരിച്ചു ബന്ധം ചേർക്കുന്നവനാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവൻ.
ഇങ്ങോട്ട് നല്ല നിലക്കാണെന്ന് അങ്ങോട്ടും അങ്ങനെയാണ്, ഇങ്ങോട്ട് പിണങ്ങിയിട്ടാണ് ഇടഞ്ഞിട്ടാണ് തിരിച്ചു അങ്ങനെയാണ്. അതല്ല വിശ്വാസം. ഇങ്ങോട്ട് പിണങ്ങിയാലും ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തിയാലും തിരിച്ചങ്ങോട്ട് നല്ല നിലക്ക് ബന്ധം വെച്ച് പുലർത്താൻ സാധിക്കുക എന്നത് എന്താണ്? അതാണ് കുടുംബ ബന്ധത്തോടുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഇഹ്സാൻ ആരോടാ? ഇണകളോടുള്ള ഇഹ്സാനുണ്ട്, ഭാര്യയോടുള്ള ഇഹ്സാനുണ്ട്, ഭർത്താവിനോടുള്ള ഇഹ്സാനുണ്ട്, മക്കളോടുള്ള ഇഹ്സാനുണ്ട്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അല അല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. സുഹൃത്തുക്കളെ, ഇന്ന് പ്രത്യേകിച്ച് പുതിയ യുവാക്കളായ പിന്നെ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ വളരെ അത്ഭുതത്തോടെ കേൾക്കേണ്ട ഒരു വാചകമാണ് എന്ന് പറഞ്ഞത്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ നന്നായി പെരുമാറണം. ഫഇൻ കരിഹ്തുമൂഹുന്ന. നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും വെറുപ്പ് തോന്നിയാൽ നിങ്ങൾ വെറുക്കുന്ന പലതിലുമാണ് അല്ലാഹു നിങ്ങൾക്ക് വലിയ ഖൈർ വെച്ചിട്ടുള്ളത്. ഭാര്യ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഞാൻ വിചാരിച്ചതുപോലെയല്ല, എന്നാ ഭാര്യനെ വെറുക്കാനാണോ, ഒഴിവാക്കാമെന്നാണോ വേഗം, എതിരായി നിലകൊള്ളണമെന്നാണോ? അല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ പോലും നല്ല നിലക്ക് ഇണകളോട് പെരുമാറുക, ഭാര്യയോടും ഭർത്താവിനോടും നല്ല നിലക്ക് പെരുമാറുക. നിന്റെ ഭാര്യയോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കണം. എന്റെ ഖുർആൻ പറഞ്ഞ അടുത്ത വാക്കെന്തറിയോ? നീ ക്ഷമ കാണിക്കണം. നിസ്കാരം ഒഴിവാക്കുവാനെ കുറിച്ച് എന്താ പറയാൻ? ഏറ്റവും അപകടകരമായ സംഗതിയാണ്. പക്ഷേ കുടുംബത്തോട് ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെ ഖുർആൻ പറഞ്ഞ നീ അതിൽ ക്ഷമ കാണിക്കണം. ഭാര്യ ഒരു പക്ഷെ അതിന് മടി കാണിച്ചാൽ പോലും ക്ഷമിച്ച് അത് തിരുത്തി കൊണ്ടുവരാനാണ്, അത് തിരുത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇണകളോടുള്ള വിശ്വാസികളെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിന്റെ കുടുംബത്തോടെ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. കാരണം നാട്ടിലെല്ലാവരോടും ഇഹ്സാൻ ചെയ്യും. നല്ലത് നല്ല നിലക്കാണ്, നല്ല വ്യക്തിത്വമാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റാണ്. ഭാര്യയോട് ചോദിച്ചാലോ ഒരു വിലയുണ്ടാവില്ല, ഒന്നിനും കൊള്ളാത്തവൻ, വളരെ മോശമാണ് അയാളുടെ പെരുമാറ്റം, സഹിക്കാൻ കഴിയില്ല, വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഭർത്താക്കന്മാരല്ല ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. പിന്നെയോ ഖുർആൻ പ്രത്യേകമായി പഠിപ്പിച്ച ആളുകളുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവരിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം. കുടുംബ ബന്ധത്തിലുള്ളവർക്ക് നന്മ ചെയ്യണം. അനാഥകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. പാവപ്പെട്ടവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. കുടുംബ ബന്ധത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ അയൽവാസികൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ളവരോടും വഴിയാത്രക്കാരോടും അടിമകളോടും നിങ്ങൾ നന്മ ചെയ്യണം. എത്ര മനോഹരമായ ഒരു ആശയമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായ ഒരു വിശ്വാസിയുടെ ജീവിതത്തെയാണ്, വ്യക്തിത്വത്തെയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കൊരു മുസ്ലിം ജീവിക്കുമ്പോ ആ മുസ്ലിമിന് ചുറ്റുമുള്ളവർ അല്ലേ, ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഉദാഹരണം പറയുന്നത് എന്താണ്? കലിമത്തിൻ ത്വയ്യിബ, ത്വയ്യിബായ കലിമത്തിന്റെ ഉദാഹരണം കശജറത്തുൻ ത്വയ്യിബ, ഒരു നല്ല മരത്തെ പോലെയാണ്. അതിന്റെ വേരുകൾ താഴേക്ക് പോയിട്ടുണ്ട്, എന്നിട്ടോ അതിന്റെ ശിഖരങ്ങൾ വാനലോകത്തേക്ക്, ആകാശത്തേക്കിനോ ഉയരങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്ക് ഉള്ളിലേക്ക് ഏറ്റി വെച്ച ഒരു മനുഷ്യന്റെ തണൽ ചുറ്റുമുള്ളവരനുഭവിക്കും. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകുമ്പോൾ ഇബ്നുൽ ഖുർആൻ പറഞ്ഞത്, അബൂബക്കറെ നിങ്ങൾ നാട് വിട്ടു പോകാൻ പാടില്ല, നിങ്ങൾ നാട് വിട്ടു പോകാൻ പാടില്ല. നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ്, നിങ്ങൾ അശരണർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. ഖദീജ റളിയല്ലാഹു അൻഹാ ഇറാഖിൽ നിന്ന് വീട്ടിലേക്ക് ഭയന്ന് വിറച്ചു വന്ന പ്രവാചകൻ പേടിച്ച് ഖദീജ
ഒന്ന് പുതച്ചരുവോ എന്ന് ചോദിച്ചു വരുമ്പോ പുതച്ചുകൊടുത്ത് ആശ്വസിപ്പിച്ച് ഖദീജ ബീവി നബിയെ കുറിച്ച് പറഞ്ഞ അതേ വാചകങ്ങളാണ് ഇബ്നു ദുഹൻ എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് ഒരാശ്രയമായിരിക്കും ഒരു വിശ്വാസി, കുടുംബ ബന്ധത്തിലുള്ളവർക്ക് ഒരത്താണിയായിരിക്കും ഒരു വിശ്വാസി, അയൽവാസികൾക്ക് ഒരു സമാധാനമായിരിക്കും ഒരു വിശ്വാസി. സുഹൃത്തുക്കളെ, എന്താണ് നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെ കുറിച്ച് നിർഭയരാകാതെ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നമ്മളെ കുറിച്ച് അതിൽ തിരക്കുമെന്ന് നമ്മുടെ അയൽവാസിക്ക് ഒരു ഭയമുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ച് അവൻ എനിക്ക് പാരപണിയുമെന്ന അയൽവാസിക്ക് നമ്മളെ കുറിച്ച് ഭയമുണ്ടെങ്കിൽ, അവൻ എനിക്ക് ഒരു ശല്യമാണ് എന്ന് നമ്മുടെ അയൽവാസിക്ക് നമ്മളെ കുറിച്ച് ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല. നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല. നിങ്ങൾ എല്ലാവരെയും ഏറ്റെടുക്കലാണ്, നിങ്ങൾ പോകാൻ പാടില്ല. അദ്ദേഹം പിന്നെ ആളുകളെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, ഇതാ അബൂബക്കറിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുകയാണ്, അബൂബക്കറിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുകയാണ്. നമുക്ക് പ്രവാചകൻ ഉൾപ്പെടെയുള്ള പല സ്വഹാബിമാരുടെയും സംരക്ഷണം ഏറ്റെടുത്ത് അവരെ മക്കയിൽ നിലനിർത്തിയ ആ കാലഘട്ടത്തിലെ അവിശ്വാസികളായ ആളുകളായിരുന്നു, മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു മാത്രമല്ല, പല സ്വഹാബിമാരുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇയാൾക്ക് വേണ്ടി ഇയാളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അവസാനം ദഅവത്ത് നിരന്തരമായി നടത്തി. അത് ഈ ഇബ്നു ദുഹന്നോട് ആൾക്കാർ പരാതി പറഞ്ഞിട്ടാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സംരക്ഷണ ചുമതലയിൽ അദ്ദേഹം പിന്മാറിയത് എന്ന് കാണാൻ സാധിക്കും. എന്താ കാരണം? അവരുടെ ജീവിതം അങ്ങനെയായി. ഞാൻ പറഞ്ഞത്, അനാഥകളോട്, അഗതികളോട്, അയൽവാസികളോട്, വഴിയാത്രക്കാരോട്, അടിമകളോട്, എല്ലാവരോടും നന്മ ചെയ്യുന്നവനാവുക എന്നത് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിൽ കാണാൻ കഴിയും. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഹ്സിൻ ഇലാ ജാരിഹി. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ അയൽവാസികൾക്ക് നന്മ ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅദി ജാറഹു. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, നിങ്ങൾ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ അയൽവാസിയെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. വീണ്ടും പറയുന്നു, എന്താണ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി ആരാണെന്നറിയാമോ? തന്റെ അയൽവാസിയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്. നമുക്ക് ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബിയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അന അമൽതു ബിഹി ദഖൽതുൽ ജന്ന. എനിക്കൊരു അമല് നിങ്ങൾ പഠിപ്പിച്ചു തരും. നബിയോട് പറയാം, നബി എനിക്കൊരു അമല് പഠിപ്പിച്ചു തരും, ഒരു കർമ്മം പഠിപ്പിച്ചു തരും, ഞാനത് ചെയ്താൽ എനിക്കത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റണം. നബി പറഞ്ഞു, കുൻ മുഹ്സിനൻ, നീ ഇഹ്സാനുള്ളവനാകണം, മുഹ്സിനാകണം, നന്മയുള്ളവനാകണം. അപ്പോ അദ്ദേഹം ചോദിച്ചു, കൈഫ അലമു അന്നീ മുഹ്സിൻ, ഞാനൊരു മുഹ്സിനാണ് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഞാനൊരു നന്മയുള്ളവനാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നബി പറഞ്ഞറിയോ, സൽ ജീറാനക, നീ നിന്റെ അയൽവാസിയോട് ചോദിക്കും. വഇൻ ഖാലൂ ഇന്നക മുഹ്സിനുൻ ഫഅൻത മുഹ്സിൻ, നിന്റെ അയൽവാസികൾ നിന്നെ കുറിച്ച് നീ ഒരു മുഹ്സിനാണ്, നന്മയുള്ളവനാണ്, നന്മ ചെയ്യുന്നവനാണ് എന്നാണ് പറയുന്നതെങ്കിൽ നിന്റെ അയൽവാസികളുടെ അഭിപ്രായമെങ്കിൽ, കണ്ണാടി നോക്കിയിട്ട് ഞാൻ തന്നെ എന്നെ കുറിച്ച് പറഞ്ഞാൽ പോരാ, നിന്റെ അയൽവാസികൾ എന്നെ കുറിച്ച് പറയാണ് നീ ഒരു മുഹ്സിനെങ്കിൽ നീ ഒരു മുഹ്സിനാണ്. എന്നാൽ നീ മോശക്കാരനാണെന്നാണ് നിന്റെ അയൽവാസികൾ പറയുന്നതെങ്കിൽ നീ മോശക്കാരനായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയുള്ളവനായി ജീവിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും, ചുറ്റുമുള്ളവർക്കെല്ലാം നമ്മളെ കൊണ്ടുണ്ടാകേണ്ടത് എന്താണ്? ആശ്വാസമാണ്, നന്മയായി. അങ്ങനെയുള്ളവരെയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഇഷ്ടപ്പെടുക. എല്ലാ മുസ്ലിം സമൂഹത്തിലെ എല്ലാ ആളുകളോടും, ഓരോ മുസ്ലിമിനോടും വിശ്വാസ നന്മയുള്ളവനായിരിക്കണം.
ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ, ഒരു മുസ്ലിമിന്റെ ദുനിയാവിലെ ഒരു പ്രശ്നം ഒരാൾ തീർത്തു കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു ആ വിശ്വാസ അയാളുടെ പരലോകത്തെ ഒരു പ്രയാസം അല്ലാഹു തീർത്തു കൊടുക്കും. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ യസ്സറല്ലാഹു അലൈഹി യൗമൽ ഖിയാമ, ഒരു പ്രയാസപ്പെടുന്നവനെ ഒരാൾ എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അല്ലാഹു അയാൾക്ക് നാളെ പരലോകത്ത് എളുപ്പമുണ്ടാക്കി കൊടുക്കും. മൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ സതറഹു അല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അയാളുടെ ന്യൂനത അല്ലാഹു മറച്ചു വെക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദ്, അല്ലാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, ആ അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. നമ്മുടെ തെറ്റുകൾ പുറത്തു തരണമെന്ന് വിചാരിക്കുന്നത്, നമ്മുടെ അഭിമാനം സംരക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ദുനിയാവിലും പരലോകത്തും നമുക്ക് വന്നുപോയ തെറ്റുകൾ അല്ലാഹു മറച്ചു വെക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കെപ്പോഴും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകണേ എന്നാണ് നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വഴി എന്താ? മുസ്ലിമിനെ സഹായിക്കുക, വിശ്വാസിയെ സഹായിക്കുക, തന്റെ സഹോദരനെ സഹായിക്കുക. അവന്റെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുത്താൽ, അവനെ എളുപ്പമുണ്ടാക്കി കൊടുത്താൽ, ഒരു വിശ്വാസിയുടെ ന്യൂനത മറച്ചു വെച്ചാൽ, ഒരു വിശ്വാസിയെ സഹായിച്ചാൽ അല്ലാഹു നമ്മുടെ പരലോകത്തെ പ്രയാസം നീക്കിവെക്കും. അല്ലാഹു നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മുടെ ന്യൂനത മറച്ചു വെക്കും. അല്ലാഹുവിന്റെ സഹായം നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. മുസ്ലിം അല്ലാത്തവരോടുമുണ്ട് പലതരത്തിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. എന്നാൽ അവിശ്വാസികളോടുള്ള ഏറ്റവും വലിയ ഇഹ്സാൻ എന്താണ്? അത് അവർക്ക് നമുക്ക് കിട്ടിയ ഹിദായത്ത് എന്ന് പറയുന്ന വലിയ സൗഭാഗ്യത്തിലേക്ക് അവരെ എത്തിക്കലാണ്. അദ്ദഅവതു ഇലല്ലാഹ്, അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഇഹ്സാൻ എന്ന് പറയുന്നത്. നോക്കൂ, പ്രവാചകനെ ഏറ്റവും അധികം ഉപദ്രവിച്ച പല പല ഗോത്രങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്. അവരെയൊക്കെ കുറിച്ച്, പ്രത്യേകിച്ച് സഖീഫ് ഗോത്രത്തെ കുറിച്ച്, തായിഫുകാരെ കുറിച്ച് നബിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നബി അവർക്കെതിരെ പ്രാർത്ഥിക്കൂ, അവർക്കെതിരെ പ്രാർത്ഥിക്കൂ, അവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ. നബി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചറിയോ? അല്ലാഹുമ്മ ഇഹ്ദി ബിഹിം, പടച്ചോനെ അവർക്ക് നീ സന്മാർഗം കൊടുക്കണമേ എന്ന്. ദൗസുകാരെ കുറിച്ച് നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇഹ്ദി ദൗസൻ വഅൻത ബിഹിം, അല്ലാഹുവേ അല്ലാഹുവേ നീ ദൗസുകാർക്ക് സന്മാർഗം നൽകണമേ, അവർ മുസ്ലിങ്ങളായി അവരെ നീ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണമേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ലായിരുന്നു, നബിയുടെ അടുത്ത് വന്നു. അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയല്ലാത്ത ഉമ്മയെ കുറിച്ച് എങ്ങനെ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഇഹ്സാൻ എന്ന് പറയുന്നത് വിശ്വാസം കിട്ടിയിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ദഅവത്ത് എത്തിച്ചു കൊടുക്കുക, ഇസ്ലാം എത്തിച്ചു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുക. അതിന്റെ ശരിയായ ലക്ഷ്യത്തിലും എന്താ പറയാ ഒരു മാന്യമായ നസീഹത്തോടുകൂടി ആ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുക എന്നതിന് ഏറ്റവും വലിയ ഇഹ്സാനായി ഖുർആനും ഹദീസും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആകെ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവനൊരു മുഹ്സിനായിരിക്കും എന്നതാണ്. എല്ലാവരോടും നന്മയുള്ളവനായിരിക്കും. കുറെ പ്രത്യേകമായ പേര് നമ്മൾ എടുത്തു പറഞ്ഞു. അല്ലാഹുവിനോട് ഇഹ്സാനുള്ളവനായിരിക്കും, മാതാപിതാക്കളോട് ഇഹ്സാനുള്ളവനായിരിക്കും, കുടുംബ ബന്ധത്തിലുള്ളവരോട് ഇഹ്സാനുള്ളവരായിരിക്കും, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനായിരിക്കും, കുടുംബ ബന്ധത്തിൽപ്പെട്ടവർക്ക് പിന്നെ എന്താണ് അനാഥകളോട് നന്മ ചെയ്യുന്നവനായിരിക്കും, അഗതികൾക്ക് നന്മ ചെയ്യുന്നവനായിരിക്കും, ഭാര്യയോട് നന്മ ചെയ്യുന്നവനായിരിക്കും, മക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരിക്കും. തന്റെ ചുറ്റുമുള്ളവർ അയൽവാസികളെ പോലെ തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ഒരു വിശ്വാസിയുടെ സാന്നിധ്യത്തിൽ ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും കൂടി ജീവിക്കുക, നിർഭയത്വത്തോടുകൂടി ജീവിക്കുക എന്നതായിരിക്കും ഒരു വിശ്വാസിയുടെ ചുറ്റുമുള്ളവരുടെ അവസ്ഥ. അങ്ങനെയാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين
വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഒരുപാട് സഹായങ്ങൾക്ക് വിധേയനായ മഹാനായ പ്രവാചകനാണ്. തന്റെ സഹോദരങ്ങൾ കിണറ്റിലെറിഞ്ഞു, ചരിത്രം പ്രസിദ്ധമാണല്ലോ. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയെ രക്ഷപ്പെടുത്തി. പിന്നീട് യൂസുഫ് നബിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിന്റെ ധനകാര്യമന്ത്രിയായി. കിണറ്റിലെറിയപ്പെട്ട് അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ട് രാജാവിന്റെ ഭാര്യയാൽ പരീക്ഷിക്കപ്പെട്ട് അവസാന യൂസുഫ് നബിയോടെ എത്തുന്നത്. അതിൽ നിന്നൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തി അവസാന രാജ്യത്തിന്റെ ഭരണാധികാരിയായി തന്റെ പിതാവിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് യൂസുഫ് നബി എത്തി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് സൂറത്ത് യൂസുഫിലൂടെയാണ്. ഒരുപക്ഷെ ഒരു അധ്യായം മുഴുവൻ ഒരു പ്രവാചകന്റെ ചരിത്രം വിവരിക്കുന്നത് സൂറത്ത് യൂസുഫിന്റെ മാത്രം പ്രത്യേകതയായിരിക്കും. മനോഹരമായ ഏറ്റവും നല്ല കഥ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് യൂസുഫ് നബിയുടെ കഥ അല്ലാഹു വിശദീകരിക്കുന്നത്. 3 സ്ഥലങ്ങളിൽ യൂസുഫ് നബിക്ക് അല്ലാഹു നൽകിയ ഒരു സവിശേഷമായ വിശേഷണമുണ്ട്. അതെന്താണ്? മുഹ്സിൻ എന്നതാണ്. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹക്മൻ വഇൽമ. യൂസുഫിന് പ്രായപൂർത്തിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് നാം തത്വജ്ഞാനവും വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അങ്ങനെയാണ് മുഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുക. രണ്ടാമത് സൂറത്ത് യൂസുഫിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, എന്താണ്? നബ്ബിനാ ബിതഅ്വീലിഹി. ആ 2 ജയിലിൽ കിടക്കുന്ന തന്റെ 2 സഹതടവുകാർ സ്വപ്നം കണ്ട് ഇതിന്റെ വ്യാഖ്യാനം ചോദിക്കാൻ യൂസുഫ് നബിയുടെ അടുത്ത് വരിക. യൂസുഫ് നബിയുടെ യൂസുഫേ, അതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. നീ ഒരു മുഹ്സിനായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നീ ഒരു മുഹ്സിനാണെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. സൂറത്ത് യൂസുഫിന്റെ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പഠിപ്പിക്കുന്നു, ഖാലു യാ അയ്യുഹൽ അസീസ്. എന്താണ്? യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ ക്ഷാമകാലത്ത് ഭക്ഷണം വാങ്ങാൻ കൊട്ടാരത്തിലെത്തി. യൂസുഫ് നബിയിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കുമ്പോൾ ബിന്യാമിനെ അവിടെ പിടിച്ചുവെച്ച് ആ ഒരു സന്ദർഭത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ യൂസുഫ് നബിയോട് സംസാരിക്കുന്ന ഭാഗം 78-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖാലു യാ അയ്യുഹൽ അസീസ് ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ. നിങ്ങൾ അവനെ അവിടെ പിടിച്ചു വെക്കല്ലേ, അദ്ദേഹത്തിന് പ്രായമായ ഒരു പിതാവുണ്ട്. ഫഖുദ് അഹദനാ മകാനഹു. ആ കുട്ടിക്ക് പകരം ഞങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കാൻ ഞങ്ങളെ പിടിച്ചു വെച്ചോളൂ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു മുഹ്സിനാണെന്നാണ്. അപ്പൊ 3 സന്ദർഭങ്ങളിൽ പല ആളുകൾ അല്ലാഹു തന്നെ മുഹ്സിൻ എന്ന് യൂസുഫ് നബിയെ കുറിച്ച് പറയുന്നു. സഹതടവുകാരായ ജയിൽ പുള്ളികൾ, ജയിലിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിയെ കുറിച്ച് മുഹ്സിൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, അദ്ദേഹത്തെ കിണറ്റിലെറിഞ്ഞ സഹോദരങ്ങൾ തന്നെ പിന്നീട് നിങ്ങളൊരു മുഹ്സിനാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത്. ഒരു മുഹ്സിനായി ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും മാത്രമല്ല, ഐഹിക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിച്ചേക്കാം. യൂസുഫ് നബിയുടെ ചരിത്രം അതിലൊരു വലിയ മാതൃകയായി, ഗുണപാഠമായി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ചുറ്റുമുള്ളവർക്ക് നന്മയുള്ളവനായി ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒന്നിനും കൊള്ളാത്തവൻ എന്ന ഒരു പേരല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും ഉപകാരമുള്ളവൻ എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ വിശേഷണം എപ്പോഴും ഉണ്ടാകേണ്ടത്. മാതാപിതാക്കൾ തനിക്ക് ഗുണമുള്ളവൻ എന്ന് പറയണം. മക്കൾ തന്നെ ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന നല്ല വാപ്പയെന്ന്, നല്ല ഉമ്മയെന്ന് പറയണം. ഭാര്യയും ഭർത്താവും നന്നായി നന്മ ചെയ്യുന്ന നല്ല ഇണ എന്ന് പറയണം. അയൽവാസികൾ അങ്ങനെ പറയണം. കുടുംബ ബന്ധത്തിലുള്ളവരങ്ങനെ പറയണം. സുഹൃത്ത് വലയങ്ങളിലുള്ളവരങ്ങനെ പറയണം.
അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയും ഇത്തരം ആളുകൾക്കെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന നന്മകൾ ചെയ്തു കൊടുക്കുകയും വേണം. ഇവിടെ പലപ്പോഴും ഈ ഒരു കാലത്ത് ആളുകൾ പലരും സുഹൃത്തുക്കളെ പ്രീതിപ്പെടുത്താനും ഇണകളെ പ്രീതിപ്പെടുത്താനും നാട്ടുകാരെ പ്രീതിപ്പെടുത്താനും പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? തെറ്റായ മാർഗങ്ങളിലൂടെ പോയി ആളുകളെ തൃപ്തിപ്പെടുത്തുക. അതല്ല ഇഹ്സാൻ എന്ന് പറയുന്നത്. മറിച്ച് നേരായ വഴിയിൽ നിന്ന് തെറ്റായ വഴിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആരുടെ തൃപ്തി ഉണ്ടായാലും കുഴപ്പമില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഒരു മുഹ്സിന്റെ യഥാർത്ഥ ജീവിതം. അള്ളാഹു ആ നിലയ്ക്ക് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ എല്ലാ ചെറുതും വലുതുമായ കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഇന്നും നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്രിക വൽ മുശ്രികീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.